ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? വലിയ ജനപ്രീതിയാണ് ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾക്കുള്ളത്. കാരണം പണമില്ലെങ്കിലും ഹ്രസ്വ കാലയളവിലേക്ക് വായ്പാ തുക കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾക്ക് കഴിയുന്നതാണ് ഇതിന്റെ മേന്മ. എന്നാൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? റിപ്പോർട്ട് കാണാം. ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി സമന്വയിക്കുന്നതും ചെലവിന് അനുസരിച്ചുള്ളതുമാകണം ക്രെഡിറ്റ് കാർഡ്. അതിനാൽ ഈ കാര്യങ്ങൾ പരിഗണിക്കാൻ ശ്രമിക്കുക. ശരിയായ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ചില വഴികൾ ഇതാ. പലചരക്ക് സാധനങ്ങൾ, യാത്ര, ഷോപ്പിംഗ് എന്നിവ പോലുള്ള പതിവ് ചെലവുകൾ വിലയിരുത്തുക. കാരണം ക്രെഡിറ്റ് കാർഡുകൾ ഓരോ ചെലവുകൾക്കും പ്രത്യേകമായി ഓഫറുകൾ നൽകുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകളിലൂടെ ലഭിക്കുന്ന റിവാർഡ് പ്രോഗ്രാമുകളെ താരതമ്യം ചെയ്യുക. ചില കാർഡുകൾ ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യുന്നു, മറ്റുള്ളവ യാത്രാ സമയത്ത് ആവശ്യമായ റിവാർഡുകൾ നൽകുന്നു. ജീവിതശൈലിയും മുൻഗണനകൾക്കും അനുസരിച്ച് റിവാർഡുകളുള്ള ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. ക്രെഡിറ്റ് കാർഡിന് വാർഷിക ഫീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ചില കാർഡുകൾ വലിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമെങ്കിലും വാർഷിക ഫീസിന്റെ വിലയേക്കാൾ ആനുകൂല്യങ്ങൾ കൂടുതലാണോ എന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട പലിശ നിരക്കുകൾ പരിശോധിക്കുക. കുറഞ്ഞ പലിശ നിരക്ക് നിങ്ങൾക്ക് പണം ലാഭിക്കാം. ഒരു ക്രെഡിറ്റ് കാർഡ് വാഗ്ദാനം ചെയ്യുന്ന വായ്പാ പരിധി നിങ്ങളുടെ ആവശ്യതകൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുക. കൂടുതൽ പ്രതിമാസ ചെലവുകൾ ഉള്ളവർക്ക് ഉയർന്ന വായ്പാ പരിധി പ്രയോജനകരമാണ്. യാത്രാ ഇൻഷുറൻസ്, പർച്ചേസ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എയർപോർട്ട് ലോഞ്ചുകളിലേക്കുള്ള ആക്സസ് എന്നിവ പോലുള്ള അധിക ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളും വ്യവസ്ഥകളും നന്നായി മനസ്സിലാക്കുക. ഫീസ്, പിഴകൾ, ബാധകമായേക്കാവുന്ന നിയന്ത്രണങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക.